ഇനി അസ്മാഉൽ ഹുസ്ന ചൊല്ലുകയാണ്. അസ്മാഉൽ ഹുസ്ന കഴിയുന്നവരൊക്കെ കാണാതെ പഠിക്കണം കേട്ടോ. അസ്മാഉൽ ഹുസ്നക്ക് വലിയ അത്ഭുതമാണ്, വലിയ ഫലങ്ങളാണ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നിടത്ത് ഒരു പിശാചും കയറി വരില്ല. കല്യാണം ശരിയാവണമെന്ന നിയ്യത്ത് വെച്ച് അസ്മാഉൽ ഹുസ്ന ചൊല്ലൂ പെങ്ങളെ, ചെറുപ്പക്കാരാ. നല്ല ഇണകളെ അല്ലാഹ് നമുക്ക് തരും പൊന്നുമോനെ. എത്ര ആളുകളാണ് കല്യാണം മുടക്കുന്നത്. അല്ലാഹുവേ, നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരാളുടെ കല്യാണവും ഒരു ആടിന്റെയോ ഒരു പെണ്ണിന്റെയോ കല്യാണം നമ്മളെ കാരണം മുടങ്ങാൻ പാടില്ല. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ എന്റെ കല്യാണം എപ്പോഴും മുടങ്ങാണ്, എന്റെ കല്യാണം എപ്പോഴും മുടങ്ങാണ്. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് ഹൈറായ കല്യാണം വരും, വിഷമിക്കണ്ട. അപ്പൊ ആ കൂട്ടുകാരൻ പറയണേ, എന്റെ കല്യാണം മുടക്കുന്ന ആളെ എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ചോദിച്ചു, ആരാണ്? അതൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. അതിനിടക്ക് നമ്മുടെ അറിവിലാവ് കാണുന്ന പാണ്ടിയാട് ഇല്ലിക്കൽ വീരാൻകുട്ടി, അല്ലാ എന്റെ ഉപ്പ ഇന്നലെ മരണപ്പെട്ടു ഉസ്താദേ. 8 വർഷമായി ഉപ്പാന്റെ ഒരു ഭാഗം തളർന്നിരുന്നു. ഉപ്പ സ്ഥിരമായി അറിവിലാവ് കാണാറുണ്ട്. അറിവിലാവ് ഉപ്പാക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു. അറിവിലാവ് കുടുംബത്തിന്റെ ദുആയിൽ ഉപ്പയെ ഉൾപ്പെടുത്തണം. അല്ലാഹു പാണ്ടിയാട് ഇല്ലിക്കൽ മരണപ്പെട്ടു പോയ വീരാൻകുട്ടി എന്ന പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബർ റബ്ബേ നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ റഹ്മാനെ, വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ, സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്. അറിവിനിലാവ് കുടുംബമായ മുഹമ്മദ് കുട്ടി ഹാജി പടിക്കൽ, കോഴിക്കോട് ജില്ല, ഇന്ന് രാവിലെ മരണപ്പെട്ടു പോയി. റബ്ബേ നീ സ്വർഗം നൽകണേ അല്ലാഹ്. സജീവ കാസർഗോഡ് മാവിലിടം യൂണിറ്റ് സജീവ പ്രവർത്തകൻ ബിലാൽ ഇന്നലെ കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ പോയതാണ്, ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടുപോയി. ആ പൊന്നുമോന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. കുടുംബത്തിൽ അല്ലാഹു ക്ഷമ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മിനിയാന്ന് നമ്മൾ ദുആ ചെയ്തിരുന്നൊരു സഹോദരി ഹോസ്പിറ്റലിലാണ്. അൽഹംദുലില്ലാ, മിക്സിയിൽ കൈ കുടുങ്ങി സീരിയസ് ആയി. ആ കുട്ടിയുടെ കൈ വിരൽ തിരിച്ചു കിട്ടി, മുറിച്ചു മാറ്റേണ്ടി വന്നില്ല. സന്തോഷം ഉസ്താദിനെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ആ സഹോദരിയുടെ കൈയിന്റെ മുറിവ് അല്ലാഹു പെട്ടെന്ന് ഉണക്കി കൊടുക്കട്ടെ. വിഷമങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും എല്ലാവരുടെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ ആ സഹോദരനെ ചോദിച്ചു, ആരാ മോനെ കല്യാണം കൊടുക്കുന്ന എനിക്കറിയോ? അറിയോ ഉസ്താദേ? ആരാ? അതെ, എന്റെ നാട്ടിലെ കാര്യപ്പെട്ട ഒരാളാണ്, ബ്രോക്കറാണ്. ബ്രോക്കർ കല്യാണം മുടക്കിയ ബ്രോക്കർ പണി എന്ന് പറഞ്ഞാൽ നല്ല പണിയാണല്ലോ. നല്ല നീയത്ത് വെച്ചിട്ട് ബ്രോക്കർമാര് നല്ല, കാരണം എന്താ, അവര് കാരണമാണ് ബന്ധങ്ങള് അല്ലെ, കല്യാണങ്ങൾ ശരിയാകുന്നത് ബ്രോക്കർമാര് വഴിയാണ്. അവര് എടുക്കുന്ന ആ ജോലി നീയത്ത് നന്നാക്കിയാൽ നല്ല ജോലിയാണ് ആണല്ലോ. ബ്രോക്കർ പണി എന്ന് പറഞ്ഞാല് 2 കുടുംബങ്ങളിൽ നിന്ന് 2 കുടുംബമല്ലാത്ത 2 ആളുകളെ 2 കുടുംബത്തെ ഒന്നിപ്പിക്കാണ് അല്ലെ, കല്യാണത്തിലൂടെ കുടുംബം ഒന്നിക്കാണല്ലോ. അപ്പൊ ബ്രോക്കർമാർക്കൊക്കെ അള്ളാഹു നല്ല പ്രതിഫലം നൽകും. പക്ഷേ പാര വെക്കുന്ന ബ്രോക്കറായി നമ്മൾ മാറരുത്. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, പാര വെക്കുന്ന ബ്രോക്കർമാരായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, മാറരുത്. അള്ളാന്റെ അടുക്കൊന്നും കൂലി കിട്ടണം, ദുന്യാവിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉപകാരമാവണം എന്ന നല്ല നീയത്ത് വെച്ചിട്ട് ബ്രോക്കർ പണി എടുക്കണം. അത് ഏതാണെങ്കിലും, അത് കല്യാണ ബ്രോക്കർ ആണെങ്കിലും, സ്ഥല കച്ചവടക്കാരനാണെങ്കിലും, വാഹന കച്ചവടക്കാരനാണെങ്കിലും, വാഹനത്തിന്റെ ഇല്ലാത്ത പെരുമ പറഞ്ഞിട്ട്, കളവ് പറഞ്ഞിട്ട് വാഹനം കച്ചവടം നടത്തരുത്. അതിലൊന്നും ബർക്കത്ത് കിട്ടൂല. ബർക്കത്ത് കിട്ടണമെങ്കിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണം. സത്യസന്ധമായിട്ട് ഇത് നടക്കണമെന്ന നീയത്ത് വെച്ച് പറയണം. അതല്ലാതെ ആരെങ്കിലും ഒരാൾ കണ്ടുവെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വേണ്ട ഇരട്ടി പോയി വില പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു കല്യാണം ശരിയായി കഴിഞ്ഞാൽ അതിനപ്പുറത്ത് പോയി കണ്ട് ഇല്ലാത്ത കുറ്റം കുറവും പറഞ്ഞിട്ട്, അങ്ങനെയല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ എനിക്കെങ്ങനെ മനസ്സിലായത്? എന്നോട് വിളിച്ചു പറഞ്ഞു, ഉസ്താദേ എനിക്കൊരു 30,000 റുപ്യ തന്നാല് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ കല്യാണം ശരിയാക്കി തരാം, എന്റെ കല്യാണം ഞാൻ മുടക്കൂല. അമ്മ തന്നെ മനസ്സിലായില്ല ആരാ മുടക്കിയത്. എനിക്കൊരു കാരണം എന്താ, അന്വേഷണം മുഴുവൻ അവിടെ വരാം. ആ നാട്ടിലെ കാര്യപ്പെട്ട ഒരാളാണ്, അന്വേഷണം മുഴുവൻ അങ്ങോട്ട് വരുന്നത്. എനിക്കൊരു 30,000 റുപ്യ തന്നാൽ എന്റെ കല്യാണം നടക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്.
ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ഈ 2023 2022 ഈ 2022 ഇങ്ങനത്തെ ആളുകൾ ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹു നമ്മുടെ മക്കളെ കല്യാണമൊക്കെ ശരിയാക്കി കൊടുക്കട്ടെ. പക്ഷെ അങ്ങനെയല്ല, ചില ബ്രോക്കർമാർ അങ്ങനെയല്ല, നല്ല റാഹത്തിൽ സൂപ്പർ ഡീസന്റ് ബ്രോക്കർമാരുണ്ട്. ആ ഡീസന്റ് ബ്രോക്കർമാരായിട്ട് നമ്മൾ മാറണം. എല്ലാത്തിലും ഉണ്ടാകുമല്ലോ, എല്ലാത്തിലും ഉണ്ടാവും നന്മയും തിന്മയും അല്ലേ? കല്യാണങ്ങൾ ശരിക്ക് റെഡിയാക്കി കൊടുക്കുന്ന ബ്രോക്കർമാരെ, സ്ഥല കച്ചവടമാണെങ്കിലും വീട് കച്ചവടമാണെങ്കിലും വാഹന കച്ചവടമാണെങ്കിലും വസ്തു കച്ചവടമാണെങ്കിലും നല്ല രൂപത്തിൽ കച്ചവടം നടത്തുന്ന, സത്യസന്ധമായി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല റാഹത്തില് സന്തോഷത്തോടെ കച്ചവടം നടക്കണമെന്ന നിയത്ത് വെച്ച് കച്ചവടം നടത്തുന്ന ബ്രോക്കർമാരുണ്ട്. അള്ളാഹു ഓലെ ദുന്യാവും ആഖിറവും രക്ഷപ്പെടും. അത് ആ ജോലി എന്നല്ല, ഏത് ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏത് ജോലിയാണ് അങ്ങനെ. അപ്പൊ നമ്മൾ കല്യാണം മുടക്കികളായി നമ്മൾ മാറരുത്. എനിക്ക് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളോലെ കല്യാണം മുടക്കരുത്. എനിക്ക് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ആ സ്ഥല കച്ചവടം മുടക്കരുത്. എനിക്ക് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ആ വീട് കച്ചവടം അല്ലെങ്കിൽ ആ വാഹന കച്ചവടം നമ്മൾ മുടക്കരുത്. നമ്മൾ ഒരാളുടെയും കല്യാണം മുടക്കികളായി മാറരുത്. നമ്മൾ കാരണം മറ്റുള്ളവരുടെ കല്യാണം ശരിയായാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം നമുക്ക്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇപ്പൊ അറിവിന്ദിലാവിന്റെ ഒരുപാട് ആളുകൾ കല്യാണം ശരിയാവാൻ വന്ന് ദുആ വസിയത്ത് ചെയ്യും, ഇവിടെ വന്ന് പറയും, ഞങ്ങൾ അതൊക്കെ നോട്ട് ചെയ്യും. എന്നിട്ട് വരുന്ന ആളുകളിൽ നിന്ന് ഞങ്ങൾ തന്നെ എത്രയോ കല്യാണം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നടത്തി കൊടുത്തിട്ടുണ്ട്, ശരിയാക്കി കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ വരുന്ന ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറുകളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ബ്രോക്കറെ പണി എടുക്കല്ല. നമ്മൾ കാരണം ഒരു കുടുംബത്തിന്റെ കല്യാണം എത്ര ആളുകൾ അങ്ങനെ ശരിയായി, അത് സന്തോഷമായിട്ട് കുടുംബജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. എത്ര ആളുകൾക്ക് ഉസ്താദ് എന്റെ മോളെ കല്യാണം ശരിയായിട്ടില്ല, നമ്മൾ ദുആ ചെയ്യും, ദുആ ചെയ്തു കൊടുക്കും. അതേ പ്രകാരം ദിക്ർ എല്ലാം കൊടുക്കും, ഓല അഡ്രസ്സുകളൊക്കെ എഴുതി വെക്കും. അതേ പ്രകാരം വരന്റെ ടീം വരികയാണെങ്കിൽ അവരുടെ അഡ്രസ്സ് എഴുതി വെക്കും, ഉപ്പമാരെ ഫോൺ വിളിക്കും. എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പിന്നെ ഓലായി കണ്ട് അൽഹംദുലില്ലാഹ് ഇഷ്ടപ്പെട്ട് റാഹത്തായി എത്ര കുടുംബങ്ങൾ അങ്ങനെ ജീവിക്കുന്നു. അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് അൽഹംദുലില്ലാഹ്, മജ്ലിസ് എന്ന് കണ്ടോലല്ല, ഇവിടെ വരുന്ന അഡ്രസ്സ് തരുന്നു. അങ്ങനെ അതൊക്കെ അത് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങള്, നമ്മളെ കൊണ്ട് കഴിയുന്ന സേവനങ്ങള്, നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങള് ഈ സമുദായത്തിന് നൽകുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും റബ്ബിന്റെ പൊരുത്തത്തിലായിട്ട് അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ നല്ല നിയത്ത് വെച്ചിരുന്നോളി. നിങ്ങൾ എന്താ നല്ല നിയത്ത് ആ നിയത്ത് വെച്ച് മനസ്സിലിരുന്നോളി. അസ്മാഹുൽ ഹുസ്ന ചൊല്ലാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്മാഹുൽ ഹുസ്ന ചൊല്ലാണ്, അസ്മാഹുൽ ഹുസ്ന ചൊല്ലാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ഇന്നലെ വരെ ഒരു കല്യാണം ശരിയായിട്ടുള്ളൂ, ഇന്നലെ വരെ അൽഹംദുലില്ലാഹ്. ഇന്നലെ വരെ നമ്മുടെ മജ്ലിസിൽ വന്ന് കല്യാണം ശരിയാവണം എന്ന് പറഞ്ഞ് അവർ അഡ്രസ്സുകളൊക്കെ എഴുതി വെച്ച് അൽഹംദുലില്ലാഹ് വേറെ ഇവിടെ വന്ന് വേറെ ടീമിനായിട്ട് ബന്ധപ്പെടുത്തി ഇന്നലെ വരെ അവങ്ങളിങ്ങനെ ആലോചിച്ചു, ആടാ ഉസ്താദിന് ബ്രോക്കർ പണി ഉണ്ടില്ലേ? അത് ബ്രോക്കർ പണി എടുക്കല്ല, അത് അൽഹംദുലില്ലാഹ് ബ്രോക്കർമാരുടെ ജോലിയിൽ നമ്മളൊരു പാര വെക്കുകയല്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ അവരെ ബന്ധപ്പെടുത്തി കൊടുക്കുക. അൽഹംദുലില്ലാഹ്. ഒരു കുടുംബം ഒന്നിക്കട്ടെ. കല്യാണം ശരിയാവാത്ത സഹോദരന്മാർക്കൊക്കെ അത് റെഡിയാവട്ടെ. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ബ്രോക്കർമാർക്കും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ, സന്തോഷം നിഅമത്ത് അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി സംസാരിച്ചിരുന്നാലേ സമയം കുറെ വൈകും. 8:55 തന്നെയായി. ഇൻഷാ അല്ലാഹ് സമയം ഇന്നലെ ടൈം വൈകിയതുകൊണ്ട് നമുക്ക് നല്ലോണം ദുആർക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ്. അപ്പോ അസ്മാഹുൽ ഹുസ്ന ചൊല്ലുന്നു. ഞാൻ പറഞ്ഞല്ലോ നല്ല നിയത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് ചൊല്ലൂ. നല്ല നിയത്ത് വെച്ചിട്ട് ഖൈറായ ഒരു നിയത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ വെള്ളം വെക്കുക, ആ വെള്ളത്തിൽ മന്ത്രിക്കുക, ആ വെള്ളം കുടിക്കുക. അല്ലാഹു ഇതിലൊക്കെ നമുക്ക് ശിഫ തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ റഹ്മാനു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ റഹീമു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മലികു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഖുദ്ദൂസ് ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ സലാമു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മുഅ്മിനു ജല്ല ജലാലു
لا إله إلا الله يا مهيمن جل جلاله لا إله إلا الله يا عزيز جل جلاله لا إله إلا الله يا جبار جل جلاله لا إله إلا الله يا متكبر جل جلال لا إله إلا الله يا خالق جل جلال لا إله إلا الله يا بارئ جل جلال لا إله إلا الله يا مصور جل جلال لا إله إلا الله يا غفار جل جلال لا إله إلا الله يا قهار جل جلال لا إله إلا الله يا وهاب جل جلال لا إله إلا الله يا رزاق جل جلال لا إله إلا الله ربي അസ്മാഉൽ ഹുസ്ന ചൊല്ലുകയാണ്. ഞങ്ങളെ തെറ്റുകൾ നീ പൊറുക്കുക അല്ലാഹ്. ഞങ്ങളെ മാത്രമല്ല ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് അറിവിന്നിലാമിന്റെ മജ്ലിസിൽ ഇരുന്ന് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലിരുന്നതാണ്. റഹ്മാനെ, തിരക്കുകൾക്കിടയിലും ഈ ഇൽമിന്റെ മജ്ലിസിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട ഈ കുടുംബങ്ങൾ അസ്മാഉൽ ഹുസ്നനിന്റെ നാമമാണ് ചൊല്ലുന്നത്. അവരും ഞങ്ങളും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് നീ തട്ടിക്കളയൂലല്ലോ. കാരണം നിന്റെ പേരുകളല്ലേ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളോട് മുഴുവനും ഈ മജ്ലിസിൽ വെച്ച് തന്നെ പൊരുത്തപ്പെടണേ അല്ലാഹ്. എല്ലാവരും മുഖമൊക്കെ തടവിയേ. യാ ഫത്താഹു ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ അലീമു ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് يا قابل جل جلال لا إله إلا الله يا باسط جل جلال لا إله إلا الله يا خافض جل جلال لا إله إلا الله يا رافع جل جلال لا إله إلا الله يا معز جل جلال لا إله إلا الله يا مذل جل جلال لا إله إلا الله يا سميع جل جلال لا إله إلا الله يا بصير جل جلاله لا إله إلا الله يا حكم جل جلاله لا إله إلا الله يا عدل جل جلاله لا إله إلا الله يا لطيف جل جلاله لا إله إلا الله يا خبير جل جلاله لا إله إلا الله يا حليم جل جلاله لا إله إلا الله يا عظيم جل جلال لا إله إلا الله يا غفور جل جلال لا إله إلا الله يا شكور جل جلال لا إله إلا الله يا علي جل جلال لا إله إلا الله يا كبير جل جلال
ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഹഫീളു ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ ഞങ്ങൾക്കൊരു വീട് നൽകണം അല്ലാഹ് അസ്മാഉൽ ഹുസ്നയുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്കൊരു വീട് നൽകണം അല്ലാഹ് ഒരു വീട് നൽകണം അല്ലാഹ് ഒരു വീട് നൽകണം അല്ലാഹ് തുടങ്ങി വെച്ച വീട് പണി പൂർത്തിയാക്കി തരണം അല്ലാഹ് സ്ഥലം നൽകണം അല്ലാഹ് റോഡ് നൽകണം അല്ലാഹ് വെള്ളം നൽകണം അല്ലാഹ് يا مقيت جل جلاله لا إله إلا الله يا حسيب جل جلاله لا إله إلا الله يا جليل جل جلاله لا إله إلا الله يا كريم جل جلاله لا إله إلا الله يا رقيب جل جلاله لا إله إلا الله يا مجيب جل جلاله لا إله إلا الله يا واسع جل جلاله لا إله إلا الله يا حكيم جل جلاله لا إله إلا الله يا ودود جل جلاله لا إله إلا الله يا مجيد جل جلاله لا إله إلا الله يا باعث جل جلاله لا إله إلا الله يا شهيد جل جلاله لا إله إلا الله يا حق جل جلاله لا إله إلا الله يا وكيل جل جلاله لا إله إلا الله يا قوي جل جلاله لا إله إلا الله يا متين جل جلاله لا إله إلا الله يا ولي جل جلاله لا إله إلا الله يا حميد جل جلاله لا إله إلا الله يا محصي جل جلاله لا إله إلا الله يا مبدئ جل جلاله لا إله إلا الله يا معيد جل جلاله لا إله إلا الله يا محصي جل جلال لا إله إلا الله يا مميت جل جلال لا إله إلا الله يا حي جل جلال لا إله إلا الله يا قيوم جل جلال لا إله إلا الله يا واجد جل جلال لا إله إلا الله يا ماجد جل جلال لا إله إلا الله അസ്മാഉൽ ഹുസ്നയിലൂടെ ഞങ്ങളെ സഹോദര സഹോദരിമാർക്ക് നല്ല യോജിച്ച ഇണകളെ നീ നൽകണേ റഹ്മാനേ ഖൈറായ ഇണകളെ നീ നൽകണേ റഹ്മാനേ ഖൈറായ ഇണകളെ നീ നൽകണേ റഹ്മാനേ മുടങ്ങിക്കിടക്കുന്ന കല്യാണങ്ങളെല്ലാം അസ്മാഉൽ ഹുസ്ന എന്ന നിന്റെ അത്ഭുത
നാമത്തിലൂടെ നീ ശരിയാക്കി കൊടുക്കുക അല്ലാ. നല്ല ഒരു പെണ്ണിനെ, നല്ല ഒരു ആണിനെ നീ കല്യാണം കഴിയാത്തവനക്ക് നൽകണേ അല്ലാ. നല്ല ഒരു കുടുംബത്തിൽ നിന്ന് ഞങ്ങളെ മക്കളെ കല്യാണം, ഞങ്ങളെ സഹോദര സഹോദരിമാരുടെ കല്യാണം ശരിയാക്കുക അല്ലാ. യാ വാഹിദു ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തോരെ മനോഹരമാണ് നിന്റെ നാമമാണ് അല്ലാ. ഈ വീടിന്റെ അകത്തിരുന്ന് ഈ ഉമ്മ ചൊല്ലുന്നത്, ഈ ബാപ്പ ചൊല്ലുന്നത് നിന്റെ നാമമാണ് അല്ലാ. ഈ മക്കളും ഈ മരുമക്കളും ഈ പേരമക്കളെല്ലാം ടിവിയിലൂടെ, ലാപ്ടോപ്പിലൂടെ, ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ച് മൊബൈലിലൂടെ ഈ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നിന്റെ നാമമാണ് അല്ലാ. അവരവരുടെ വീട്ടിലിരുന്നിട്ടാണ് ചൊല്ലുന്നത്, അവരെ റൂമിലിരുന്നിട്ടാണ് ചൊല്ലുന്നത്, അവരെ ഓഫീസുകളിൽ ഇരുന്നിട്ടാണ്, വാഹനങ്ങളിൽ, കച്ചവട സ്ഥാപനങ്ങളിൽ ഇരുന്നിട്ടാണ്. അല്ലാഹുവേ നീ അവർക്ക് ഖൈർ നൽകുക അല്ലാ. അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുക അല്ലാ. ചൊല്ലിയാ വാഹിദ് ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ അഹദു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ സമദു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ ഖാദിറു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ മുഖ്തദിറു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ മുഖദ്ദിം ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ മുഅഖിറു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ അവ്വലു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ ആഖിറു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ ളാഹിറു ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ ബാത്തിനു ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ വാനി ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ മുതആലി ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ ബർറു ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ തവ്വാബു ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ മുൻതഖിം ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ അഫ്വ ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ റഊഫ് ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞങ്ങൾക്ക് മക്കളെ വേണം, ഞങ്ങൾക്ക് മക്കളെ വേണം, നീ നൽകണം അല്ലാ. ആൺമക്കളെയും പെൺമക്കളെയും നൽകണം അല്ലാ. അല്ലാ ഈ സഹോദര സഹോദരിമാരെ കൂട്ടത്തിലെ കല്യാണം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞു റബ്ബേ, ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ സഹോദരിമാർ, ഒരു പാപ്പയാവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ സഹോദരങ്ങളെ, ഒരു ഉമ്മയാവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ സഹോദരിമാർ, നീ അവരെ കാണണം അല്ലാ. അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അറിവിന്നിലാവ് മജ്‌ലിസിലിരുന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ആമീൻ ആമീൻ എന്ന് പറയുന്ന ബറക്കത്ത് കൊണ്ട് മക്കളില്ലാത്ത ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് നൽകണേ റഹ്മാനേ.
പ്രായം ഒരുപാടായിട്ടുള്ള മക്കളില്ല, അല്ലാ നീ നൽകണം അല്ലാ. കുടിക്കാത്ത മരുന്നുകളില്ല, പോവാത്ത സ്ഥലങ്ങളില്ല. ഇനി നിന്നോടല്ലാതെ ഞങ്ങൾക്കാരുടെ മുമ്പിലോ കൈനീട്ടാനില്ല. ഡോക്ടർമാരെല്ലാം പോയി, എല്ലാ ചികിത്സകളും ഞങ്ങൾ ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ എന്താണ് തടസ്സമെന്നറിയുന്നില്ല. അസ്മാഉൽ ഹുസ്ന ഞങ്ങളെ പ്രതീക്ഷയാണ്. ആ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് നീ മക്കളെ നൽകണേ റഹ്മാനേ. കുതുബുൽ ആലം മടവൂർ ശൈഖുനാ ഖദ്ദസല്ലാഹു തആല സുർറഹുൽ അസീസ് അവിടത്തെ ഹഖ്ജാഗ് ബറക്കത്ത് കൊണ്ട്, അവിടത്തെ ഉമ്മയുടെ ബാപ്പയുടെ മശായിഖമാരെ ബറക്കത്ത് കൊണ്ട്, സർവ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് റബ്ബുൽ ആലമീനെ ഞങ്ങളെ കൂട്ടത്തിൽ മക്കളില്ലാത്തവനക്ക് നൽകണേ റഹ്മാനേ. അമുസ്ലിമീങ്ങളായ എത്രയോ സഹോദര സഹോദരിമാര് അല്ലാ മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ട്. റബ്ബേ, റബ്ബുൽ ഇസ്സത്തെ യജമാനനായ റബ്ബേ, അറിവിന്നിലാവനെ കേൾക്കുന്നുണ്ട്. അറിവിന്നിലാവെ കേൾക്കുന്ന മുസ്ലിം വീടുകളിൽ ചെന്നവരെ വെള്ളം വെക്കുന്നുണ്ട്, ഈത്തപ്പഴം വെക്കുന്നുണ്ട്, അതിൽ മന്ത്രിച്ച് രാത്രി സമയത്ത് അവരെ കഴിക്കുന്നുണ്ട്. അല്ലാ അവനെ ബറക്കത്ത് കൊണ്ട് അവനക്കും ഞങ്ങൾക്കോ മക്കളെ നൽകണേ അല്ലാ. യാ മാലികൽ മുൽക്കി ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവരും ചൊല്ലി അസ്മാഉൽ ഹുസ്ന കയ്യാനായി എല്ലാവരും ചൊല്ലിയ യാ ദൽ ജലാലി വൽ ഇക്റാം ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മുഖ്സിതു ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ജാമിഉ ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഗനിയ്യു ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മുഗ്നി ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മാനിഉ ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ളാറു ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ നാഫിഉ ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ നൂറു ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഹാദി ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ബദീഉ ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ബാഖി ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ വാരിസു ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ റശീദു ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ സബൂർ ജല്ല ജലാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് الذي لم يولد ولم الذي لم يلد ولم يولد ولم يكن له كفوا أحد. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ നാമങ്ങളാണ് അസ്മാഉൽ ഹുസ്നയുടെ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞത്. മുഅ്മിനീങ്ങളെ, എല്ലാ മുഅ്മിനീങ്ങളും രണ്ട് കൈയിലും
ഓതിയിട്ട് ശരീരഭാഗങ്ങളെല്ലാം തടവുക. എല്ലാ മുഅ്മിനീങ്ങളും തടവിയേ. എല്ലാവരും മുഖമെല്ലാം തടവുക, തല തടവുക. പിരടിയും കഴുത്തും കയ്യും ഷോൾഡറും. ഉമ്മമാരെ നിങ്ങളോടാണ് പറയുന്നത്, എല്ലാവരും പരസ്പരം ഒന്ന് തടവിക്കൊടുത്തേ. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ഊതിയതല്ലേ, അല്ലാഹു അതിന് ഫലം തരുന്നതാണ്. അല്ലാഹ് വേദന മായ്ക്കട്ടെ. ഉരവേദനയുള്ള ഭാഗത്ത് തടവിക്കൊടുത്തേ. കാലിലും ശരീരത്തിലും നീരുള്ള ഭാഗത്ത് തടവിക്കൊടുത്തേ. അല്ലാഹ് സുഖമില്ലാത്ത കുഞ്ഞുമക്കളുണ്ട്. ഇന്ന് മുഖദാർ എന്ന് പറയുന്നൊരു പൊന്നുമോന് വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുവന്നിരുന്നു. ഉസ്താദിനിക്ക് ദുആർക്കണോ? മജ്ലിസ് എന്നും കാണാറുണ്ട്, ഉസ്താദ് പറയുമ്പോഴൊക്കെ തടവാറുണ്ട്. എനിക്കൊന്ന് നടന്നു കിട്ടണോ? ഒരു അപകടം പറ്റിയതാണ്, ഇപ്പം നടക്കാൻ കഴിയുന്നില്ല ഉസ്താദേ. വല്ലാത്ത വിഷമത്തിലാണ് നമ്മുടെ ആ പ്രിയപ്പെട്ട മുഖത്താറുള്ള പൊന്നുമോനെ. അല്ലാഹു നടത്തി കൊടുക്കട്ടെ. വീൽ ചെയറുകളിൽ ഇരിക്കുന്നവരെ അല്ലാഹ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും വന്ന് തളർന്നു പോയവരെ, അറ്റാക്ക് വന്നവരെ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, അല്ലാഹ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മാരകമായ രോഗം ബാധിച്ച് തളർന്നു പോയവരുണ്ട്. വെന്റിലേറ്ററിലും ഐസിയിലും കഴിയുന്നവരുണ്ട്. എല്ലാവരിലും നമ്മുടെ റബ്ബ് നമുക്ക് ശിഫ നൽകട്ടെ. വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുള്ള റബ്ബേ, മാസങ്ങളായി വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന നിരപരാധികളുള്ള അല്ലാഹ്, ഭർത്താക്കന്മാര് മക്കളുള്ള മോചനം നൽകണം അല്ലാഹ്. അല്ലാഹ് നീ നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, കുതുബുൽ ആലം മടവൂർ ശൈഖുനാ, അവിടത്തെ കാവല് അല്ലാഹു നമുക്ക് തരട്ടെ. അവിടത്തെ പൊരുത്തം അല്ലാഹു നമുക്ക് തരട്ടെ. അവിടത്തെ തിരുനോട്ടം അല്ലാഹു നമ്മളിലേക്ക് തരട്ടെ. അവിടത്തെ ബറക്കത്ത് കൊണ്ട് അറിവിന്നിലാവിന്റെ മജ്ലിസിനെ അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ. അവിടത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ടെൻഷനുകൾ അല്ലാഹ് മാറ്റിത്തരട്ടെ. അവിടത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ അല്ലാഹു വലിയ ശിഫ നൽകട്ടെ. എന്ത് മുറാദ് വെച്ചിട്ടാണോ മജ്ലിസ് കാണുന്നത്, ലൈവ് കാണുന്നവരെ, അഥവാ ലൈവ് കാണാ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലൈവ് കഴിഞ്ഞ കേൾക്കുന്നവരുണ്ട്. ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് വെച്ച് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുന്നവരുണ്ട്. എല്ലാവരിലും മടവൂർ ശൈഖുനാന്റെ കാവലിനീ നൽകണേ റഹ്മാനേ. ഓരോ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണമല്ലോ. പാവപ്പെട്ട യതീമക്കൾക്ക് വീട് വെക്കാൻ ശരീരത്തിൽ നിന്ന് സ്വർണങ്ങൾ ഊരിത്തന്നവരെ, സംഭാവനകൾ വലുതും ചെറുതും നൽകിയവരെ അല്ലാഹ്, ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട്, ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് മടവൂരിൽ പോയാൽ ശൈഖുനാന്റെ സ്ഥാപനമായ മടവൂർ CM സെന്റർ എന്ന മഹത്തായ സ്ഥാപനത്തിൽ പോയി CM സെന്ററിനെയും അറിവിന്നിലാവിന്റെ യതീമക്കൾക്കുള്ള സഹായങ്ങളും നൽകുന്നവരുണ്ട്. അല്ലാഹ് എല്ലാവരിലും റഹ്മത്ത് നൽകണേ, ബറക്കത്ത് നൽകണേ, റാഹത്ത് നൽകണേ. നഹ്മദുല്ലാഹൽ മുജീവ കുല്ല ദഅവാതിൽ ലനാ ലാ ലനാ റബ്ബുൽ സിവാഹു ഇന്നഹുൽ ബർറു അലീ റബ്ബുനാ സല്ലല്ലാ വസല്ലം കുല്ല ഹാലാത്തിൽ അലാ അഹ്മദൽ ഹാദി വ
والآل والصحاب والولي نحن ندعو ربنا الكريم في توسل واستغاثة بقوة عيننا مدبور ولي قد رجونا نصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي إننا نأتي إليكم للإزاحة ما بنا شدة ثقافتي شيخنا مدبور ولي ليس خسران لمن أتى إليك طالبا بل بمطلوب له قد فاز يا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي كل عفريت وشيطان وجن ماردي أذهبا ما نجنا يا قطبنا مدبور ولي كم كربات كشفت عن عزيني تائه فاكشفا عنا ودايا شيخنا مدبور ولي فرجا عن الأذى وكل ما يعيبنا في الدنا وفي المعاد شيخنا مدبور ولي كنت كهفا حاميا لمن أتاكم لاجئا كنت فينا ناصرا يا سيدي مدبور ولي أعطنا منك الإغاثة عند كل هولنا صب فينا الأمن منكم شيخنا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت أستاذ لنا أم شيخنا فما لنا منهما حسبك رشد منك يا مدبور ولي ربنا اللهم أوصلنا إلى مأموننا وارحمنا دائما يا شيخنا مدبور ولي واهدنا نهج الهدى وهب لنا رضوانك كل حالات بحق شيخنا مدبور ولي آتنا أمنا عظيما وسرورا إذ يجي مالك الموت بحق شيخنا مدبور ولي سلم السلام نامي للعين وشره حال فرقت روحنا بل أسعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوحيد ثاني بنبي مدبور ولي مدبور المعلم തിങ്കളെ കുത്തുബുൽ ആലം ശൈഖരെ
മദദ് ഞങ്ങൾക്കേകണേ യാ ശൈഖനായ ശൈഖനാ വഫിഖന്ന ലി ജവാബിൽ മാനകൈനി ബിർളിലാ കുല്ലനാ റഹ്മാനനാ ബി ശൈഖിനാ മദ്ഫൂർ വലീം ربي سلم يوم بعثتنا غدا للموقف خفيفا حسابنا بشيخنا مدمور ولي ربي سلم هذه الأمة أنزلت القدام حين جاءوا للصراط فنجينا يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي ربي صل على الرسول سيد رسل الكرام مع سلام دائما والآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله റഹ്മാനും റഹീമുമായ രാജാധിരാജനായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ 867ാമത്തെ ഈ മജ്ലിസ് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും മക്കളും മരുമക്കളും പേരമക്കളും പൂമ്പാറ്റകളും ആമീൻ പറയുന്ന പരിശുദ്ധ മജ്ലിസിനെ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങളെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ സവാബ് നീ എത്തിക്കണം അല്ലാഹ് ഞങ്ങൾക്ക് കിടക്കാനുള്ള ഖബറ് സ്വർഗ്ഗപൂന്തോപ്പാക്കണം അല്ലാഹ് അല്ലാഹ് ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കണേ റഹ്മാനെ ഈ ഉമ്മമാർക്ക് ആഫിയത്ത് നൽകണേ ഈ ബാപ്പമാർക്ക് ആഫിയത്ത് നൽകണേ ഈ മക്കൾക്ക് മരുമക്കൾക്ക് പേരമക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ ക്ഷീണങ്ങളെ മാറ്റിത്തരണേ റഹ്മാനെ കിതപ്പുകളെ തളർച്ചകളെ മജ്ലിസിലൂടെ മാറ്റിത്തരണം അല്ലാഹ് ക്യാൻസർ ഉള്ളവരെ ബ്രെയിൻ ട്യൂമർ ബാധിച്ചവരെ കിഡ്നി ഫെയിൽഡ് ആയവരെ അല്ലാഹ് മാരകമായ രോഗങ്ങളെ ശരീരത്തിൽ ബാധിച്ച് വല്ലാതെ വിഷമത്തിലും വേദനയിലും കഴിയുന്ന സഹോദര സഹോദരിമാരുണ്ട് റബ്ബേ ശിഫ നൽകണം അല്ലാഹ് എല്ലാം മാറ്റിത്തരണേ അല്ലാഹ് അല്ലാഹുവേ ബോധമില്ലാതെ തളർന്നു പോയവരെ പ്രഷർ കയറി സ്ട്രോക്ക് കയറി തളർന്നു പോയവരെ മാസങ്ങളായി ഒരേ ഒരു കിടപ്പിലാണ് വെന്റിലേറ്ററിലാണ് ഐസിയുലാണ് വീടിന്റെ അകത്തെ കിടപ്പിലാണ് അല്ലാഹ് ഓക്സിജന്റെ സഹായമില്ലാതെ കഴിയൂല റബ്ബേ ഇന്നലെ ഒരു പ്രിയപ്പെട്ട ഉപ്പ തലയുടെ 2 ഭാഗത്തും 2 ബാറ്ററി ഫിറ്റ് ചെയ്തിട്ടുണ്ട് നെഞ്ചിന്റെ ഭാഗത്തൊരു മെഷീൻ വെച്ചിട്ടുണ്ട് ആ ബാറ്ററിയുടെ ചാർജ് തീരുന്നത് വരെ
അല്ലാ തീരാതെ കൊണ്ട് നടക്കണോ. കാരണം അപ്പോഴാണ് ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് ശരീരഭാഗങ്ങൾ അനക്കാൻ കഴിയുന്നത്. റഹ്മാനേ, ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ആ ശരീരത്തിന്റെ അകത്ത് ഫിറ്റ് ചെയ്ത് വെച്ച് 2 ബാറ്ററികൾ, അതിൽ ചാർജ് നീ നിലനിർത്തണേ അല്ലാ. അർഹമുർ റഹീമായ റഹ്മാനേ, എത്ര രോഗങ്ങളാണ് ഉമ്മമാര് പ്രായം ഒരുപാടായതിന്റെ പേരിൽ ക്ഷീണമാണ്, അവർക്ക് കുനിഞ്ഞേ നടക്കാൻ കഴിയുന്നല്ലോ. കാലം മുഴുവൻ നീരാണ്, ശരീരമാകെ വേദനയാണ്. കണ്ണിന് കാഴ്ച കുറഞ്ഞവനുണ്ട്, കേൾവി ശക്തി കുറഞ്ഞു പോയവനുണ്ട്, ഭക്ഷണം കഴിയതുപോലെ കഴിക്കാൻ കഴിയുന്നില്ല, ഭക്ഷണത്തിന് പൈപ്പിട്ട് കിടക്കുന്നവനുണ്ട്, ട്യൂബിട്ട് കിടക്കുന്നവനുണ്ട്. യജമാനനായ റബ്ബേ, എല്ലാവർക്കും നീ ശിഫാഹ് നൽകണേ റഹ്മാനേ, നീ ശിഫാഹ് നൽകണേ റഹ്മാനേ. പ്രായമുള്ള ഉപ്പാപ്പമാരുണ്ട് റബ്ബേ, ഓല ക്ഷീണവും രോഗവും നീ മാറ്റണേ അല്ലാ, തളർച്ച മാറ്റണേ അല്ലാ, ക്രിയാറ്റിൻ നോർമലാക്കണേ അല്ലാ. ഡയാലിസ് ചെയ്യുന്നത് ജീവിതകാലം മുഴുവനും ചെയ്യാതെ ആരോഗ്യം തിരിച്ചു നൽകി ആഫിയത്ത് കൊടുക്കണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ, ആഫിയത്ത് നൽകണേ. മാരകമായ രോഗങ്ങളിൽ തളർന്ന് ഞങ്ങളെ ഇബാദത്തിൽ കോട്ടം വരുത്തല്ല അല്ലാ. അല്ലാ, ഞങ്ങളെ കൂട്ടത്തിൽ ആരെല്ലാം എന്ത് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നുണ്ടോ, എന്ത് രോഗത്തിനെല്ലാം മരുന്ന് കുടിക്കുന്നുണ്ടോ, എല്ലാത്തിനും ശിഫ നൽകണം അല്ലാ, എല്ലാത്തിനും ശിഫ നൽകണേ അല്ലാ. ചെറിയ കുഞ്ഞു മക്കളുടെ, കഴുത്തുറക്കാത്ത മക്കളെ, നടക്കാൻ കഴിയാത്ത മക്കളെ, റബ്ബേ സംസാരിക്കാൻ കഴിയാത്ത മക്കളെ, എല്ലാം നീ ശരിയാക്കണേ റഹ്മാനേ. നീ വലിയവനാണ്, സിഹ്ർ ബാത്തിലാക്ക് അല്ലാ, അസ്മാഉൽ ഹുസ്നയിലൂടെ കണ്ണേറെ ബാത്തിലാക്ക് അല്ലാ, നാപ്പോര് ബാത്തിലാക്ക് അല്ലാ, കൈവിഷം ബാത്തിലാക്ക് അല്ലാ. പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ശൈത്താനിയത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. പേടി മാറ്റിത്തരണേ റഹ്മാനേ, ആരോഗ്യം നൽകണേ. മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവനുണ്ട്, വേദനക്ക് മരുന്ന് കഴിക്കുന്നവനുണ്ട്. റബ്ബുൽ ഇസ്സത്ത് ശിഫ തരണേ അല്ലാഹ്, മാനസിക രോഗം മാറ്റിത്തരണമല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, അപസ്മാരം, മലർജി, ശ്വാസം മുട്ടൽ, കതപ്പുകളെല്ലാം മാറ്റിത്തരണേ റഹ്മാനേ. അല്ലാ, പഠിച്ചതൊക്കെ മറക്കുകയാണ്, പഠനത്തോടെ താല്പര്യം കുറവാണ്, അക്ഷരങ്ങളൊന്നും തിരിയുന്നില്ല, പഠിച്ചതപ്പാടെ മറന്നു പോവാണ്, പരീക്ഷ വരുമ്പോ പേടിയാണ്. ഞങ്ങളെ മക്കളെ മിടുക്കരാക്കണേ, മിടുക്കികളാക്കണേ, ആലിമീങ്ങളാക്കണേ, ഹാഫിളീങ്ങളാക്കണേ, ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ. നല്ല വിദ്യാഭ്യാസമുള്ള മക്കളായിട്ട് റബ്ബേ ഞങ്ങളെ മക്കളെ നീ സ്വീകരിക്കണേ റഹ്മാൻ. വഴിപിഴപ്പിക്കല്ല, ലഹരിയുടെ അടിമകളാക്കല്ല, അനാവശ്യ പ്രേമത്തിൽ കൊടുക്കല്ല. കല്യാണങ്ങളെല്ലാം ശരിയാക്കി തരണേ റഹ്മാനെ, യോജിച്ച ഇണകളെ തരണമല്ലാ.
യോജിച്ച ഇണകളെ തരണമല്ലാ. തീരുമാനിച്ചു വച്ച കല്യാണം ഭംഗിയായി നടത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് അസ്മാഉൽ ഹുസ്നയിലൂടെ നീ നൽകണേ റഹ്മാനേ. നീ മക്കളെ നൽകണേ റഹ്മാനേ. നീ മക്കളെ നൽകണേ റഹ്മാനേ. നീ മക്കളെ കൊടുക്കുക അസ്മാഉൽ ഹുസ്നയിലൂടെ നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ അല്ലാഹ്, മക്കളുണ്ടാവൂല എന്ന് പറഞ്ഞവരുണ്ട്. നീ വലിയവനാണ്, നീ നൽകണേ റഹ്മാനേ. വീടില്ലാത്തവനക്ക് വീട് നൽകണേ. വീട് പണി പൂർത്തിയാക്കി തരണേ. സ്ഥലം നൽകണേ, വെള്ളം നൽകണേ, ജോലി നൽകണേ. പ്രവാസികൾക്ക് ബറക്കത്ത് നൽകണേ. അവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാൻ. ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടണം അല്ലാഹ്. കടങ്ങളെ വീട്ടാറുള്ള മാർഗങ്ങൾ, വഴികൾ ഞങ്ങളെ മുന്നിലേക്ക് റാഹത്തോടെ കാണിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ കൊടുക്കല്ലേ അല്ലാഹ്, വഷളാക്കല്ലേ അല്ലാഹ്. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാഹ്. ശത്രുക്കളിൽ നിന്ന് സലാമത്ത് നൽകണേ റഹ്മാൻ. ഉമ്മ ഖബറിലാണ്, സ്വർഗം നൽകണേ റഹ്മാൻ. ഉസ്താദുമാര് പലരും ഖബറിലാണ്, മാതാപിതാക്കൾ പലരും ഖബറിലാണ്, കൂട്ടുകുടുംബങ്ങളെ പലരും ഖബറിലാണ്. അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ പലരും ഖബറിലാണ്. അറിവിന്ദിലാവിന്റെ ഉമ്മമാരെ ഖബറ്, അറിവിന്ദിലാവിന്റെ ഉപ്പമാരെ ഖബറ്, അറിവിന്ദിലാവിന്റെ സഹോദര സഹോദരിമാരുടെ പൂമാറ്റങ്ങളുടെ ഖബറ് സ്വർഗപ്പൂന്തോപ്പാക്ക് റബ്ബേ, വിശാലമാക്ക് റബ്ബേ. അവരെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഒരു ദിവസം പോലെ മൊഴിവില്ലാതെ അറിവിന്ദിലാവിന്റെ മജ്ലിസ് കാണുന്ന കുടുംബങ്ങളുള്ള റഹ്മത്തും ബറക്കത്തും നിഅ്മത്തും ഏറ്റിയേറ്റി നൽകണേ റഹ്മാനെ. അറിവിന്ദിലാവിന്റെ ഉമ്മമാരും ഉപ്പമാരും പലരും മക്കയിലെ ഉംറ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും ഒരു വിഷമവും വരാതെ റാഹത്തോടെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കമന്റുകളിലൂടെ ദുആർക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരെ ഇന്ന് എത്രയോ സഹോദരങ്ങളാണ് ഇവിടെ വന്ന് ദുആ ചെയ്യാൻ പറഞ്ഞത്. എത്ര ഉമ്മമാരാണ്, എത്ര ബാപ്പമാരാണ് പല ആവശ്യങ്ങൾ പറഞ്ഞ് ഇവിടെ വന്ന് ദുആർക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. എല്ലാം നിനക്കറിയാലോ അല്ലാഹ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകളാണ് അവരുടെ വിഷമങ്ങളും പരിഭവങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. റബ്ബേ, എല്ലാത്തിനും നീ പരിഹാരം നൽകണേ, എല്ലാത്തിനും നീ പരിഹാരം നൽകണേ, എല്ലാത്തിനും നീ പരിഹാരം നൽകണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനെ, ഞങ്ങളെ യതീമായ കുഞ്ഞു മക്കളുടെ വീട്ടിലേക്ക് സഹായങ്ങൾ നൽകിയവരുണ്ട് റബ്ബേ. നീ അവരെ സഹായിക്കണേ അല്ലാഹ്. നീ അവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. നീ അവർക്ക് റഹ്മത്ത് നൽകണേ അല്ലാഹ്. നീ അവർക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. യതീമക്കളുടെ വീട്ടിലേക്ക് സഹായിച്ചവരെ, അതിന് വേണ്ടി സദഖകൾ നൽകിയവരെ റഹ്മാനേ, എല്ലാവർക്കും എല്ലാവരുടെ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്.
പാവപ്പെട്ട യതീമായ മക്കളെ സഹായിച്ച കാരണം കൊണ്ട് അവരെ രണ്ട് ലോകത്തും നീ സഹായിക്കണേ അല്ലാ, നീ സഹായിക്കണേ അല്ലാ, നീ സഹായിക്കണേ അല്ലാ. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റഹ്മാനേ, ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണമല്ലാ, ഈമാൻ സലാമത്താക്കി തരണേ റഹ്മാനേ, ഈമാൻ സലാമത്താക്കി തരണേ റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.